നമസ്തേ, എല്ലാവർക്കും ദ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സുസിൻ കൗർ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്. അത് എപ്പോഴും നിങ്ങൾ മൈൻഡിൽ സൂക്ഷിക്കണം ഈ വീഡിയോസ് കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, എന്നോട് എൻ്റെ സെഷൻസിലെല്ലാം എൻ്റെ ക്ലയൻസ് പറയാറുള്ളൊരു കാര്യമാണ് അവരുടെ കോൺഫിഡൻസ്, ദ കോൺഫിഡൻസ് ഓഫ് ദ വിക്ടിം. അപ്പോൾ അത് പലപ്പോഴും അവർ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ദൈവമേ, ഞാൻ എങ്ങനെ കോൺഫിഡൻ്റ് ഉള്ള ഒരാളായിരുന്നു ഞാൻ കല്യാണത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ ഒരു ഫ്രണ്ടിനെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നാർസിസ്റ്റായിട്ട് എൻ്റെ ലൈഫിൽ വരുന്നതിന് മുമ്പ് ഞാൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു, എനിക്കെല്ലാം ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പം എൻ്റെ എല്ലാം പോയി, എനിക്ക് എല്ലാ കോൺഫിഡൻസും പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പം നമുക്ക് ഈ കോൺഫിഡൻസ് എന്താണെന്നും ആ വിക്ടിമിന് അങ്ങനത്തെ ആ കോൺഫിഡൻസ് എന്തുകൊണ്ട് ലൂസാവുന്നു, എങ്ങനെയാണ് അതിനോട് നമ്മൾ എടുക്കേണ്ട അപ്രോച്ച് ഒന്നും നമുക്കൊന്ന് നോക്കാമേ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് എന്ന് പറയുന്ന എല്ലാവരുടെയും വിചാരം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ വിളിച്ചു പോവുകയോ അല്ലെങ്കിൽ വലിയ ഇതായിട്ട് നടക്കുന്നതും ഒക്കെയാണ് കോൺഫിഡൻസിൽ കുറച്ചൊരു എക്സ്ട്രോവേർഷനൊക്കെയാണ് കോൺഫിഡൻസ്. നോ, ദാറ്റ്സ് നോട്ട് അബൌട്ട് കോൺഫിഡൻസ്. ഇസ് ഓൾ അബൌട്ട് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് വർത്തിനെ നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൗ മച്ച് യു ട്രസ്റ്റ് യുവർ സെൽഫ് വർത്ത്. അപ്പോൾ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. ഹൗ മച്ച് വാല്യൂ ഡു ഐ ജനറേറ്റ്, എത്രമാത്രം വാല്യൂ ആണ് ഞാൻ ഉണ്ടാക്കണേ എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീലാണ് നമ്മുടെ കോൺഫിഡൻസ്. അപ്പോൾ നമുക്ക് വി നോ ദാറ്റ് വി ആർ ക്രിയേറ്റിംഗ് വാല്യൂ, our self-worth is really high, our self-esteem gets that boosted up, and then my confidence is in the high level. So we can't have a deflated confidence or inflated confidence, ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഈഗോ എന്ന് പറയുന്നത് വളരെ ടൈംഡും വളരെ മെച്യൂർഡും ആകുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസിനെയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ബിഫോർ വിക്ടിംഹുഡിലുള്ള ഒരാളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അവർ എപ്പോഴും പറയുന്നത് വളരെ ഹൈ ആണ്. ദേ ആർ വെരി ഹൈ അച്ചീവേഴ്സ്. ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, പഠിത്തത്തിൽ ഭയങ്കര മിടുക്കരാകുന്നു, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ജയിക്കുന്നു, എല്ലാത്തിനകത്തും ഒരു ഹൈ ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ലെവലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഹൈ അച്ചീവർ ആകുന്നു, അതുപോലെ തന്നെ നമുക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മുടെ സെൽഫ് വർത്തിനെ, സെൽഫ് വാല്യൂവിനെ, വി ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. വി ആർ പ്രൗഡ് ആൻഡ് ഹാപ്പിയാണ്. നമ്മൾ വളരെ പ്രൗഡാണ്, വളരെ ഹാപ്പിയാണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കായിരിക്കും പലപ്പോഴും വിക്ടിംസ് പറയുന്നത്. അവർക്കതൊക്കെ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇനി അവർ പതുക്കെ ഒരു വിക്ടിംഹുഡിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആഫ്റ്റർ ദാറ്റ്, ആ വിക്ടിംഹുഡ് കഴിഞ്ഞിട്ടുള്ള ആ വിക്ടിംഹുഡിൽ അവർ ജീവിക്കുമ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അവരുടെ ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നു. ആസ് ദ വിക്ടിംഹുഡ് അഡ്വാൻസസ്, അതായത് അതിങ്ങനെ മുമ്പോട്ട് കൂടുതലായിട്ട് പോകുന്നതനുസരിച്ച് അവരുടെ കംപ്ലീറ്റ് കോൺഫിഡൻസും ഡിസ്ട്രോയ് ആയിട്ട് അവരുടെ വർത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ നെറ്റ് വർത്ത് ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മളിങ്ങനെ അതുവരെ കോൺഫിഡൻസിലേക്ക് നമ്മളിങ്ങനെ വർത്ത് ഇങ്ങനെ കൂട്ടി നമ്മൾ ഈ ഷെയർസിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ അങ്ങനെ കൂടി കുറഞ്ഞൊക്കെ വരുന്നത് പോലെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽസിനും ഈ നമ്മുടെ വാല്യൂമായിട്ട് വളരെ ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ വാല്യൂ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വാല്യൂ ഇതേ വരുന്നു. ചിലർക്ക് കുത്തനെ അങ്ങ് കുറയും കേട്ടോ, ചിലർക്ക് ഇങ്ങനെ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് ഇങ്ങനെ കമ്മിങ് ഡൗൺ എന്നിട്ട് സീറോ, പിന്നെ മൈനസ് ഒക്കെ ആകുമ്പോഴാണ് ഞാനൊരു ഡോർമാറ്റാണ്, വെറും ഫ്ലോർ മാറ്റാണ്, നോബഡി തിങ്സ് ദാറ്റ് ഐ ഹാവ് എനി വാല്യൂ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് നമ്മൾ അങ്ങനെയാകുന്നത്. ഇതിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫിയർ കൾച്ചർ തന്നെയാണ്. ഫിയർ കൾച്ചർ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും മതി. നമ്മളെ എല്ലാം ഡ്രൈവ് ചെയ്യുന്നത് ഒരു ഫിയറാണ്. ഓക്കെ, വി ആർ എ ഫിയർ ഡ്രിവൺ മോട്ടിവേഷൻ ആണ് നമുക്കുള്ളത്, അല്ലേ? ഇതിങ്ങനെ ചെയ്തില്ലേ അങ്ങനെ സംഭവിക്കും, അങ്ങനെ വന്നില്ലേ ഇങ്ങനെ സംഭവിക്കും, ഇങ്ങനെ കാണിച്ചാൽ അങ്ങനെയായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് ഡിപ്പെൻഡൻസിന്ന് മാറാനുള്ള ബുദ്ധിമുട്ട്, സൊസൈറ്റൽ സിസ്റ്റത്തിനെതിരായിട്ട് നമുക്ക് പറയാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന പല കാര്യങ്ങളും ഫിയറാണ്. നിങ്ങൾ ഈവൻ എന്തിനാ പറയണേ, നമ്മുടെ കുട്ടികളെ ചോറ് കഴിപ്പിക്കാൻ പോലും നമ്മൾ ഫിയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസിപ്ലിൻ ചെയ്യാൻ, അച്ചീവ്മെൻറ്റ്സിലേക്ക്, നമ്മളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ പേടി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പേടി വേണം, പക്ഷെ അതിൻ്റെ റൈറ്റ് ലെവലിൽ പറ്റത്തുള്ളൂ. ഫിയർ കൾച്ചറിൽ പേടി എന്ന് പറയുന്നതാണ് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പം ഈ ഫിയർ കൾച്ചർ എന്ന് പറയുന്നതുകൊണ്ട്
വിക്ടിംഹുഡിലേക്ക് വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽസ് തകർന്നു പോകാനായിട്ട് എല്ലാ സാധ്യതയുണ്ട്. കാരണം പേടിയാണല്ലോ നമ്മളെ ഭരിക്കുന്നത്. എന്തെങ്കിലും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടേതായ രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ തുടങ്ങുമ്പോൾ പല ആസ്പെക്ട്സുകൾ തലയിലേക്ക് തെളിഞ്ഞു വരും. അല്ലെ കൂടത്തിലുള്ളവരെല്ലാം നമ്മുടെ തലയിൽ തെളിഞ്ഞില്ലേ നമ്മുടെ തലയെ തെളിയിപ്പിക്കും, അങ്ങനെ വരും. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റൽ ആൻഡ് ഫാമിലി ഡ്യൂട്ടീസ്. നമ്മളെല്ലാവരെയും ഡ്യൂട്ടീസ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നിന്റെ ഡ്യൂട്ടി, ഇത് നിന്റെ ഡ്യൂട്ടി, ഇത് നിന്റെ ഡ്യൂട്ടി. ആ ഒബ്ലിഗേഷൻസിലേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേനും പലർക്കും പല പാഷൻ എന്താണെന്നുള്ളത് നമ്മുടെ തലയ്ക്കകത്തുനിന്ന് പോകും. ഞാൻ എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത്, ഇതൊക്കെ പോകും. കാരണം ഡ്യൂട്ടി കംസ് ഇൻ പ്ലേസ്. സോ പാഷനും ഡ്യൂട്ടിയും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എപ്പോഴും നമ്മുടെ തലയ്ക്കകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കണം ഏതിനെ എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്യേണ്ടത്. കാരണം ഒന്നിന് വേണ്ടിയിട്ട് മറ്റൊന്നിനെ കൊല്ലുക എന്ന് പറയുന്നത് ശരിയാകുന്ന രീതിയല്ല. ഒന്നിന് വേണ്ടിയിട്ട് മറ്റതിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. അപ്പം പാഷന് വേണ്ടിയിട്ട് ഡ്യൂട്ടിയെ ഇല്ലാതാക്കുന്നതും ഡ്യൂട്ടിക്ക് വേണ്ടി പാഷനെ ഇല്ലാതാക്കുന്നതും ഇസ് നോട്ട് എ ഗുഡ് തിങ്. അപ്പം അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ സൊസൈറ്റൽ ആൻഡ് ഫാമിലി ഡ്യൂട്ടീസിൻ്റെ ബേസിസ് ചെയ്തിട്ട് പലപ്പോഴും പലരെയും കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ടുവേർഡ്സ് ദി അബ്യൂസർ റിലേഷൻഷിപ്പ്, അബ്യൂസറോടുള്ളത്. അബ്യൂസറിൻ്റെ ആ റിലേഷൻഷിപ്പിന് ചില പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ റിലേഷൻഷിപ്പിൽ ചില പൊസിഷൻ വാല്യൂസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് വരുന്ന ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ആ പെർട്ടിക്കുലർ റിലേഷൻഷിപ്പിനോട്. അത് നമ്മൾ ചെറുപ്പം മുതൽ ഈവൻ ദ ഫിയർ കൾച്ചറിൽ ആയിരിക്കാം നമ്മളെ ഊട്ടിയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ വരുന്ന പ്രോബ്ലം കൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനകത്ത് അങ്ങനെ നമ്മുടെ ആ കോൺഫിഡൻസ് ഡിസ്ട്രക്ഷൻ ഹാപ്പൻ ചെയ്യുമ്പോൾ അതിനെ ഇങ്ങനെ നമ്മൾ ആ സീറോയിലേക്ക് പോകുന്നതും മൈനസിലേക്ക് പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്നത്, നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസിനെ ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്തു പോകുന്നത്, ഒരു വിക്ടിമിൻ്റെ കോൺഫിഡൻസിനെ ഡിസ്ട്രോയ് ചെയ്തു പോകുന്ന വേറൊരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിലാണ് നമ്മുടെ കോൺഫിഡൻസ് പലപ്പോഴും പലരും ബിൽഡ് ചെയ്യുന്നത്. ഒന്ന് അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഫിഡൻസും വേറൊന്ന് റിലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കോൺഫിഡൻസ് ആണ്. സോ നമ്മൾ നോക്കുമ്പോൾ ദി ആബ്സല്യൂട്ട് കോൺഫിഡൻസ് ദാറ്റ് ഹാപ്പൻസ് വിതിൻ ഇന്റേണലി ആണ് നടക്കുന്നത്. ഞാൻ, എൻ്റെ വാല്യൂ, എൻ്റെ വ്യക്തിത്വം, എനിക്ക് വേണ്ടത്, എൻ്റെ പാഷൻ, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കമ്മിറ്റ്മെൻറ്റ്സ്, എൻ്റെ ഡെഡിക്കേഷൻ, എൻ്റെ ആക്ഷൻസ്, എൻ്റെ തിങ്കിങ്, എൻ്റെ ബിലീഫ്സ്, ഇതെല്ലാം എനിക്ക് വളരെ ക്ലാരിറ്റിയിൽ അറിയാമായിരിക്കാം. അങ്ങനെയൊക്കെ വന്നിട്ട് അതിൽ നിന്ന് ഞാൻ ബിൽഡ് ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് എൻ്റെ ലൈഫിലേക്ക്. ആ കോൺഫിഡൻസിന് ആരെങ്കിലുമൊക്കെ അബ്യൂസറൊക്കെ വന്നിട്ട് ഒരു തട്ടും മുട്ടും ഒക്കെ തന്നാൽ കുറച്ചൊക്കെ ഹേമങ്ങളൊക്കെ സംഭവിക്കും, ഇല്ല എന്ന് ഞാൻ പറയില്ല. കാരണം അബ്യൂസർ ഈസ് വെരി ടാലന്റഡ്, വെരി മച്ച് കേപ്പബിൾ ഇനഫ് ടു ഡിസ്ട്രോയ് ദ കോൺഫിഡൻസ് ഇൻ എനി പേഴ്സൺ. അത് എത്ര വലിയ നമ്മൾ പവർഫുൾ ആയിട്ട് ഇന്റേണലി ഭയങ്കരമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാൽ പോലും അവരൊരു ടെർമൈറ്റ്, ഞാൻ പറഞ്ഞല്ലോ കോൺഫിഡൻസിലുള്ള ടെർമൈറ്റ് ആണ് നമ്മുടെ ഈ ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ. അപ്പോൾ ഗ്യാസ് ലൈറ്റിങ്ങും മാനിപ്പുലേഷൻസും അതുപോലെ തന്നെ ഗിൽ ട്രിപ്പിങ്ങും ബ്ലെയിം ഷിഫ്റ്റും ഇങ്ങനത്തെ പല കാര്യങ്ങൾ ചെയ്തിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഹാപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കുമെങ്കിലും ദെൻ ഫൈനലി അതിനകത്തേക്ക് നമുക്ക് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഈ ഇന്റേണലി അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഫിഡൻസ് ഉള്ളവർ അതിനെ പിടിച്ചു നിർത്തും. ഇനി വേറൊരു കാറ്റഗറിയാണ് എക്സ്റ്റേണലി ആണ് അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഫേവറബിൾ ആയപ്പോൾ ഞാനിങ്ങനെ റിലേറ്റ് ചെയ്യുമ്പോൾ അവിടെ പാട്ട് പാടാനായിട്ട് ഇത്രയും പേരിൽ ഞാനാണ് മിടുക്കി, പിന്നെ എൻ്റെ പേരൻസ് വളരെ സപ്പോർട്ടീവ്, എന്നെ വളരെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ്, ദർ ഇസ് നോ ചലഞ്ചസ് ഓർ റിസ്കി തിങ്സ് ഒന്നുമില്ല, എവറിത്തിങ് ഈസ് ഫേവറബിൾ ആയിരുന്നപ്പോൾ ഞാൻ കുറേ ഫേവറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു, മോസ്റ്റ്ലി ദ എൻവയറമെൻറ്റ് ഈസ് ഫേവറബിൾ, പീപ്പിൾ ആർ ഫേവറബിൾ. അപ്പം ഞാൻ അങ്ങനെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആ കോൺഫിഡൻസ് ഒരിക്കലും എൻ്റേതല്ല, എന്നെ ഫേവറബിൾ ആയിട്ട് എനിക്ക് കിട്ടിയ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. അപ്പം എന്നാണോ എപ്പോഴാണോ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിൽ കുറയുന്നത്, അപ്പം നമ്മുടെ കോൺഫിഡൻസും അതേ പോകുന്നു താഴേക്ക്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇത് എൻ്റെ സെഷനിൽ എൻ്റെ ക്ലയൻസുമായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ അവർ പലപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്ന ഒരു കാര്യമാണ്, യെസ് ഇറ്റ് വാസ് ആൻ എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് കോൺഫിഡൻസ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റേണലി അത് ബിൽഡ് ചെയ്യണമെന്നുള്ള ഒരു ഫീല് നമുക്ക് വരാത്തത് അവിടെ അത് ബിൽഡ് ചെയ്യപ്പെടുന്നുണ്ട്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വരുന്ന ഒരു രീതിയിൽ അത് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടില്ല, കാരണം നമുക്ക് കോൺഫിഡൻസ് ഉള്ള ഒരാളാണല്ലോ, നമ്മൾ അങ്ങനെയാണല്ലോ ജീവിക്കുന്നത് എന്നുള്ള ഫീൽ നമുക്ക് വരും. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അബ്യൂസർ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രസന്റ് ആകുമ്പോൾ
അയാൾ നമ്മളെ ആ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനത്തിലെ എല്ലാം ടോക്സിക് ആക്കും. അവിടെ അങ്ങനത്തെ ഒരു സാധനം വരത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എനിക്കൊരു ചെറിയ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് എവിടെന്നെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾ തന്നെ എന്നോട് ഇങ്ങനെയല്ലേ പെരുമാറുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള നമ്മളിങ്ങനെ പറയത്തില്ലേ. അപ്പോൾ ആ പറയുന്നതെല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്റ്റേണലി ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന ഒരു കാര്യം കൊണ്ടാണ്. ഇന്റേണലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് കോൺഫിഡൻറ്റ് ഒരാൾക്ക് അങ്ങനെ പുറത്തുനിന്നുള്ള സഹായങ്ങൾ ഇങ്ങനെ പുഷ് അല്ലെങ്കിൽ ഈ അത് ആവശ്യമില്ല. അവർക്ക് വേണ്ട സഹായങ്ങൾ വേണ്ട സ്ഥലത്ത് നിന്ന് കറക്റ്റായിട്ടുള്ള സമയത്ത് അത് സ്വീകരിക്കാൻ അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ദൈവം സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത്, സ്വന്തമായിട്ട് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ ചെയ്തെടുക്കാൻ എല്ലാ റിസോഴ്സസും നമ്മുടെ ചുറ്റും തന്നിട്ടുണ്ട്. അതിനെ കണ്ടുപിടിക്കുകയും അതിനെ മനസ്സിലാക്കുകയും ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുകയും പറ്റാനും നമുക്ക് സാധിക്കണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ഭൂമിയിൽ വളരെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും പ്രോഗ്രസീവായിട്ടും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതിന് ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ.